Dear friends, welcome to my channel Dream Life Journey with Hazi. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഒരു സോപ്പ് മേക്കിംഗ് ആണ്. ഒരു ഹെർബൽ സോപ്പ് അല്ലെങ്കിൽ ഓർഗാനിക് സോപ്പ് ഏറ്റവും സിമ്പിളായിട്ട് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് അതിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് കാണിക്കുന്നത്. 3 ഇൻഗ്രീഡിയൻസും പിന്നെ നമ്മുടെ സോപ്പ് ബേസും ഉപയോഗിച്ചാണ് ഈ സോപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ്. സ്കിന്നിന് നല്ല അല്ലെങ്കിൽ ഗുണം ചെയ്യുന്ന ഏത് തരം ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ഇതുപോലെയുള്ള ഹോം മെയ്ഡ് സോപ്പുകൾ ഉണ്ടാക്കാം. അതിൽ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള 3 ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പച്ചമഞ്ഞളാണ്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ മഞ്ഞളാണ്. അത് ഒരു 3-4 എണ്ണം എടുത്തിട്ടുണ്ട്. അതിൻ്റെ നീരാണ് നമുക്ക് വേണ്ടത്. ഇത് നന്നായിട്ട് കഴുകി അതിൻ്റെ മിക്സിയിൽ അടിച്ചിട്ട് അതിൻ്റെ നീരെടുത്ത് വെക്കാം. പിന്നെ ഉപയോഗിക്കുന്നത് ഒന്ന് മുൾട്ടാണി മിട്ടിയാണ്. ഇത് നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. പിന്നെ ഉള്ളത് സാൻഡിൽ പൗഡർ. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ സോപ്പ് ബേസ് വേണം. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് ഏകദേശം ഒരു 400 ഗ്രാം ഉണ്ടാവും ഈ ഒരു പീസ്. ഇത് നമ്മൾ ഉരുക്കിയിട്ട് അതിലേക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത്. ഉരുക്കുന്നത് ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ടാണ്. നേരിട്ട് അടുപ്പിൽ വെച്ച് ഉരുക്കാൻ പാടില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ, നമ്മൾ ഈ സോപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് അതിൻ്റെ അളവ് എത്രയാണോ അതിൻ്റെ ഡബിൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ നമ്മുടെ സോപ്പിൻ്റെ ബേസ് ഉണ്ടായിരിക്കണം, ആ മിക്സ് ഉണ്ടായിരിക്കണം. എങ്കിലേ ഉള്ളൂ നമ്മുടെ സോപ്പ് നല്ല ഉറപ്പോട് കൂടിയിട്ട് നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ സോപ്പ് ബേസ് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞെടുക്കുമ്പം അത് പെട്ടെന്ന് മെൽറ്റായി കിട്ടും. കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് സമയം വേണ്ടി വരും. അപ്പോൾ അത് മെൽറ്റ് ചെയ്തെടുക്കാം. അടുപ്പിലൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൽ വേറൊരു പാത്രത്തിൽ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഡബിൾ ബോയിലിംഗ് ചെയ്തെടുക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആദ്യം റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രമേ ഇത് മെൽറ്റ് ചെയ്യിക്കാൻ പാടുള്ളൂ. മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അധിക സമയം ഇത് നിർത്താൻ പറ്റില്ല. പെട്ടെന്ന് നമ്മുടെ ബേസിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതായത് പെട്ടെന്ന് തന്നെ അത് ഉറച്ചു പോകും. ഏത് പാത്രത്തിലാണോ ഉള്ളത് അതിൽ തന്നെ ഉറച്ചു പോകും. അതുകൊണ്ട് എല്ലാ മിക്സും റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രം സോപ്പ് ഉരുക്കാനായിട്ട് നിൽക്കുക. ആ ഡബിൾ ബോയിൽ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ മിക്സും അതിനകത്തേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് ഉരുക്കിയെടുക്കുക. ഈ മോൾഡ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ സുഖമാണ്. അല്ലാതെ നമ്മുടെ കയ്യിൽ വേറെ എന്തെങ്കിലും ചെറിയ പാത്രങ്ങളോ പ്ലാസ്റ്റിക് പാത്രങ്ങളോ സ്റ്റീൽ പാത്രങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതിൽ എണ്ണ തടവി കൊടുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. എന്നാൽ ഇളക്കിയെടുക്കാൻ പറ്റും. ഇതിലേക്ക് ഞാനിപ്പം അതിന് സ്മെല്ലിന് വേണ്ടി ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടൊന്നുമില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു എസൻഷ്യൽ ഓയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്മെല്ല് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ സ്മെല്ല് കിട്ടും. നമുക്കിപ്പോൾ ഇത് പ്രത്യേകിച്ച് സ്മെല്ലൊന്നും ഇതിനുണ്ടാവില്ല. ഈ സോപ്പ് മിനിമം 2 മണിക്കൂറെങ്കിലും പുറത്ത് വെക്കണം സെറ്റാവാൻ വേണ്ടിയിട്ട്. ഫ്രിഡ്ജിലാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ടൊക്കെ ആയി കിട്ടും. ഇനി അതിൽ കൂടുതൽ സമയം വെക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. നന്നായിട്ട് ഉറപ്പോടെ കൂടെ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്. ഇതാ 3 സോപ്പ് നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ഉപയോഗിച്ച് എങ്ങനെയുണ്ടെന്ന് നോക്കാമൊന്ന്. നന്നായിട്ട് പതിയുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം. നന്നായിട്ട് പതിയുന്നുണ്ട്. നല്ല സോപ്പാണ്. അപ്പം കഴിയുന്നവരൊക്കെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വളരെ വേഗം തന്നെ നമുക്ക് കാണാം. അതുവരെ ബായ്.